നമ്മുടെ നാട്ടിലെ കൽക്കരി കൊണ്ട് ട്രെയിൻ ഓടിക്കൊണ്ടിരുന്ന സമയത്ത് ദേ ഇവിടെ ഓടിക്കൊണ്ടിരുന്ന ആശനാണ് ഇത്. അത്യാവശ്യം കാശും ലക്ഷറി കാസുമുള്ള ആളുകളാണെങ്കിൽ കൂടിയും ഈ ഒരു സർവീസ് യൂസ് ചെയ്തിട്ടാണ് ലണ്ടനിൽ ട്രാവൽ ചെയ്യുന്നത് കേട്ടോ. ഇതിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഒരു സുഖം വേറെ തന്നെയാണ്. ലണ്ടൻ ഫുൾ ഭയങ്കര ഓണാണ്. എങ്ങനെ ഓണല്ലാതിരിക്കും? അത്രയ്ക്ക് വൈബ്രൻറ്റും ഹാപ്പനിങ് ആയിട്ടുള്ളൊരു സിറ്റി അല്ലേ. ഇവിടെ വിസിറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കാത്ത മനുഷ്യരുണ്ടോ ലൈഫിൽ ഒരിക്കലെങ്കിലും, അല്ലേ? അതൊക്കെ നിൽക്കട്ടെ, നമ്മളിപ്പോൾ പോകുന്നത് ഈ കേബിൾ കാറിൽ കയറാനായിട്ടാട്ടോ. ഇതിനു മുമ്പ് പലതവണ വന്നിട്ടുണ്ടെങ്കിലും കയറിയിട്ടുണ്ടെങ്കിലും 1 മണിക്കൂറോളം വെയിറ്റ് ചെയ്ത് ഇതാദ്യമായിട്ടാണ് ഇവിടെ കയറാൻ പോകുന്നത്. കാരണം വേറൊന്നുമല്ല, ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ ആയിട്ട് ലണ്ടൻ അടിച്ച് പൊളിക്കാൻ വന്നിട്ടുള്ള കുറേ ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവരെല്ലാവരും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ് ഈ കേബിൾ കാറിലുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ലണ്ടൻ ഐയിലൊക്കെ കയറുമ്പോൾ കിട്ടുന്ന ഒരു വ്യൂ ഒക്കെ ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല, കാരണം ഞാനിതുവരെ ലണ്ടൻ ഐയിൽ കയറിയിട്ടില്ല. പക്ഷേ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു വ്യൂ എന്ന് പറയുന്നത് അത് വേറൊരു അടിപൊളി തന്നെ കേട്ടോ. ഈ നൈറ്റിൽ ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഈ ബിൽഡിങ്സൊക്കെ കൂടി കാണാനായിട്ടൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ. ഈ ഒരു ടോപ്പിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കിനും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു ടോപ്പ് വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് പറ്റിയൊരു ഓപ്ഷൻ തന്നെയാണ് കേട്ടോ കേബിൾ കാറിലുള്ള ട്രാവൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ലണ്ടനിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഇത് മസ്റ്റ് ട്രൈ ആണ്.